നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താനല്ലാതെ എനിക്ക് വേറെ ആരാടോ ഉള്ളത്? സുജാതെ, 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 ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ദുരിതങ്ങളോടും നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി നിന്നാലേ ഒരാളുടെയും മനസ്സ് നേരെ നിൽക്കില്ല. എന്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി കുട്ടി. പോട്ടുവരാം. സുജാതെ, താനിത് എവിടെയായിരുന്നോ? എന്നെ തനിച്ചാക്കി പോവാൻ തനിക്ക് എങ്ങനെയാടോ പറ്റിയത്? നമ്മുടെ മക്കളെവിടെ? എനിക്ക് അവരെ കാണണം. നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്തേക്ക് പോവാം. സുജാതെ, എടോ, ഞാൻ തന്നെ വിളിക്കാത്തതിൽ തനിക്ക് പരിഭവമായിരുന്നു. ഞാൻ പെട്ടുപോയതാടോ. തന്റെ രഘുവേട്ടൻ തടവുകാരനായി പോയടോ. എടോ, അവിടെ നിന്നും സ്വതന്ത്രമായിട്ട് ഞാൻ ആദ്യം വന്ന് തന്നെ കാണാൻ വേണ്ടിയാ. എടോ, സുജാതെ, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. അല്ലെങ്കിൽ താൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക. എന്റെ മനസ്സ് ചുട്ടു പൊള്ളുവാടോ. അതൊന്ന് തണുപ്പിക്കാൻ തന്റെ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റൂ. സുജാതെ, താനല്ലാതെ എനിക്ക് വേറെ ആരാടോ ഉള്ളത്? സുജാതെ, 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 ഇതെന്ത് പണിയാ രഘുവേട്ട കാണിക്കുന്നേ? ഇത്രയും കാലം അയൽപ്പക്കത്ത് താമസിച്ചിട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ പെട്ടെന്ന് സുജാതയാണെന്ന് കരുതിയിട്ട്. അത് വല്ലാത്തൊരു വിചാരാണല്ലോ. വീട്ടുകാരെ കാണാതായ സങ്കടത്തിന്റെ പേരില് വഴിയിൽ ആരെ കണ്ടാലും കേറി പിടിക്കാനാണോ? എന്താ ഗായത്രി? ഞാൻ ഇവിടെ മോള് വരുന്നതും കാത്ത് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഓടി വന്ന് എന്റെ കൈ പിടിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്നെ കെട്ടിപ്പിടിക്കാന്ന് വെച്ചാ? മോഹൻ, സോറി. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പെട്ടെന്ന് കണ്ടപ്പോ സുജാത നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. രഘുസാറ് പോവാൻ നോക്ക്. ഇത്തരം മാനസിക പ്രശ്നം ഉണ്ടെങ്കിലേ പുറത്തിറങ്ങി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാരും ചിലപ്പോ എന്നെ പോലെ ക്ഷമിച്ചെന്ന് വരില്ല. ഭാര്യയും മക്കളും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. ഇങ്ങനെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നു. അയാളെ കാണുമ്പോഴേ നീ ഒന്ന് സൂക്ഷിച്ചോ. നിന്റെ കാര്യം മാത്രമല്ല, റെസിഡൻസിയിലുള്ള മറ്റു പെണ്ണുങ്ങളടുത്തും പറഞ്ഞേക്ക്. വാ പോ. സുജാതെ, ഇവർക്കൊന്നും അറിയില്ല രഘുവിന് സുജാത ആരാണെന്ന്. നീ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ അളവ് എത്രയാണെന്ന്.
മഹാലക്ഷ്മിയെ പോലൊരു പെണ്ണ് വരട്ടെ എന്നാണ് വിവാഹത്തിന് മുമ്പ് എല്ലാവരും നമുക്ക് വേണ്ടി ആശംസിക്കുക. എന്റെ ജീവിതത്തില് അത് ഫലിച്ചു. അതാണ് സുജാത. എന്നോട് ക്ഷമിക്കണം. ഞാൻ രഘുവേട്ടനിൽ നിന്ന് മാറി നടക്കുന്നതിന്റെ കാരണങ്ങൾ രഘുവേട്ടൻ അറിയില്ല. എല്ലാം അറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്ത് രഘുവേട്ടനുണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല. രഘുവേട്ടൻ തളർന്നു പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ ഇന്നും ഈ ഫോട്ടോ നോക്കി രഘുവേട്ടനോട് സംസാരിച്ച് അല്പമെങ്കിലും ഉറങ്ങുന്നത്. എനിക്കറിയില്ല ഇനി എന്ന് കാണാൻ പറ്റും. അതോ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.